ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ 2 വർഷം മുന്നേ ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഇപ്പം വിലക്കുറവ് കിട്ടുകയാണെങ്കിൽ ഇപ്പം വാങ്ങുന്നത് ഒരു നല്ല ഡിസിഷൻ ആയിരിക്കുമോ, അതിപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത് 2023 സ്റ്റാർട്ടിംഗിൽ ലോഞ്ച് ചെയ്ത S23 ആണ്. അപ്പം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ് S സീരീസ്. അതിൽ 2023 ഇറങ്ങിയ സെറ്റ് ഓഫ് ഫോൺസിൽ പെടുന്നതാണ് ഈ S23. അതിന്റെ ലോഞ്ചിങ് പ്രൈസ് 75,000 ആയിരുന്നു. ഇപ്പം അതിന്റെ വില കുറഞ്ഞ് 45,000 അറൗണ്ട് കിട്ടും. ഇത് ഔട്ട്ഡേറ്റഡ് ആയി പോയിനോ എന്നുള്ള കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഇറങ്ങിയ, അതായത് 2025 ഇറങ്ങിയ 45,000 അറൗണ്ട് ആയിട്ടുള്ള ഫോൺസും പിന്നെ സാംസങ്ങിന്റെ തന്നെ A56 അത് 45,000 അറൗണ്ട് ആയിട്ടുള്ള ഒരു ഫോണാണ്. അതും ആണ് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയോ എന്ന് അറിയാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ബിൽഡ് ക്വാളിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിലത്തെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് ഗൊറില്ല വിക്ടസ് 2 ആണ്. അതേ സമയത്ത് ഈ വർഷം ഇറങ്ങിയ സാംസങ്ങിന്റെ ഫോൺ A56 ഗൊറില്ല ഗ്ലാസ് ഒക്കെ തന്നെയാണ്, പക്ഷെ വിക്ടസ് പ്ലസ് ആണ്. വിക്ടസ് 2 ആണ് വിക്ടസ് പ്ലസിനേക്കാളും കൂടുതൽ പ്രൊട്ടക്ഷൻ തരിക. അതേപോലെ തന്നെ വേറെ ബ്രാൻഡിന്റെ, അതായത് OnePlus 10R എടുക്കുകയാണെങ്കിലും അതും 45 റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അതിലും വിക്ടസ് 7i ആണുള്ളത്. അതും വിക്ടസ് 2നേക്കാളും കുറച്ച് പ്രൊട്ടക്ഷനേ തരുള്ളൂ. സൈഡ് ഫ്രെയിമും അലൂമിനിയാണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. ഇനി IP റേറ്റിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ IP68 റേറ്റിംഗ് ഉണ്ട്. 30 മിനിറ്റ്സ് വരെ നമുക്ക് 1.5 മീറ്റർ ഡെപ്തിലുള്ള വെള്ളത്തിൽ വരെ ഇതിന് ഇമേഴ്സ് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് കമ്പാരിസണിലെ ഫോണിന് ചിലതിനൊക്കെ IP65 ഉള്ളൂ, പിന്നെ ചിലതിനൊക്കെ IP68 ഉണ്ട്, ആൻഡ് ഇതിനും ഉണ്ട്. പിന്നെ ഡിസ്പ്ലേന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ സാംസങ്ങിന്റെ ആണ്, പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ഡൈനാമിക് ആംലെഡ് ആണ് വരുന്നത്. നല്ല സീരിയസ് ആണ്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെതാണ്, പറയേണ്ട ആവശ്യമില്ല. ഇനി സ്ക്രീൻ ടു ബോഡി റേഷ്യോ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് കമ്പാരിസൺ എടുക്കുന്ന OnePlus 10R ആണെങ്കിൽ അതിൽ 91% വരെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ പോയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇതിൽ ഒരു തിക്കർ ബെസൽ ആയതുകൊണ്ടാവാം ഇതിലത്തെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 86% ഉള്ളൂ. അതായത് മൊബൈൽ സൈസിന്റെ അത്ര ഡിസ്പ്ലേ സൈസ് ഇല്ല. ഇനി OS ആൻഡ് ചിപ്സെറ്റിനെ കുറിച്ച് പറയാം. ഇതിൽ പ്രീ ലോഡർ ആയിട്ട് ഉണ്ടായിരുന്നത് സാംസങ്ങിന്റെ One UI 6.1 ആണ്. ബട്ട് ഇതിൽ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് UI ആയിട്ടുള്ള One UI 7 അവൈലബിൾ ആയിരിക്കും. ഇനി ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണുള്ളത്. പക്ഷേ കമ്പാരിസൺ എടുത്തിരിക്കുന്ന സാംസങ്ങിന്റെ മൊബൈലിലൊക്കെ എക്സിനോസ് ആണ് ഇപ്പോൾ ഉള്ളത്. ബട്ട് ചില ഫോൺ, അതായത് OnePlusന്റെ എടുക്കുകയാണെങ്കിൽ അതിൽ 8 Gen 3 അവൈലബിൾ ആണ്. ചിപ്സെറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 വേണോ 3 വേണോ, അല്ല എക്സിനോസ് ഉള്ളത് മതിയോ എന്നൊക്കെ. ഇനി ആൻഡ്രോയിഡ് വേർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പ്രീ ലോഡർ ആയിട്ട് വരുന്നത് Android 13 ആണ്. പക്ഷെ അതിൽ 4 years മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും. അതായത് ഇപ്പോഴത്തെ Android 15 ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അടുത്ത 2 വർഷത്തേക്കുള്ളതും കൂടി ഇതിൽ കിട്ടും. അതായത് Android 17 വരെ ഇതിൽ ഓടും. കമ്പാരിസൺ എടുത്തിരിക്കുന്ന ഫോൺസിലും മേജർ 3 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. അതിൽ 3 years എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും. ഇനി സാംസങ് S23ന്റെ സ്റ്റോറേജ് വേരിയബിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 128 256 512 GB അവൈലബിൾ ആണ്. അതിൽ എല്ലാത്തിലും 8 GB റാം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ 128 GB വേരിയന്റിൽ UFS 3.1 ആണ് ഉള്ളത്. ബാക്കി എല്ലാ വേരിയൻസിലും UFS 4 ആണ് ഉള്ളത്. പക്ഷേ ഇതിന്റെ കമ്പാരിസണിൽ ഇരിക്കുന്ന 45,000 പല മൊബൈലിലും 128 256 512 GB വേരിയന്റിന്റെ കൂടെ 16 GB റാം വരെ കിട്ടുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം ഇത് ഒരു ഇത്തിരി ഡൗൺ സൈഡിലാണ് കിടക്കുന്നത്. ക്യാമറ സ്പെസിഫിക്കേഷനിലാണ് ഈ 2 വർഷം മുമ്പേ കിടക്കുന്ന മൊബൈലിലുള്ള ഒരു ട്വിസ്റ്റ്. ഇപ്പൊ ലോഞ്ച് ചെയ്ത പല മൊബൈൽസിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് അന്തകാലത്ത് ലോഞ്ച് ചെയ്ത സാധനത്തിനുണ്ട്. കമ്മിങ് ടു ദ ഡീറ്റെയിൽസ്, ഇതിലൊരു 50 മെഗാപിക്സൽ മെയിൻ ക്യാമറയും 10 മെഗാപിക്സൽ ടെലിഫോട്ടോയും 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആണുള്ളത്. ഇതിൽ 10 മെഗാപിക്സൽ ടെലിഫോട്ടോയില് ഒപ്റ്റിക്കൽ സൂം 3x വരെ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ വീഡിയോ കേപ്പബിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 180p 30 60 120 FPS വരെ എടുക്കാം. 4K 30 60 വരെ എടുക്കാം. പിന്നെ 8K എടുക്കാം 30 FPS വരെ. ഇനി ഇതിന്റെ കമ്പാരിസണിൽ എടുത്തിരിക്കുന്ന ഒരു മൊബൈലിലും 8K വരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞ മൊത്തം റെയർ ക്യാമറയെ കുറിച്ചാട്ടോ. ഇനി ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 30 60 FPS വരെ. അതേ സമയത്ത് ഇതിന്റെ കമ്പാരിസണിൽ എടുത്തിരിക്കുന്ന A56 ആണെങ്കിൽ അതിൽ 4K ഉണ്ട്, പക്ഷെ 30 FPS വരെ മാത്രമേ എടുക്കാൻ പറ്റൂ, അതായത് 60 FPS ഇല്ല. പിന്നെ വേറെ ഫോൺസിന്റെ എടുക്കുകയാണെങ്കിൽ അതിൽ ഫ്രണ്ട് ക്യാമറയിൽ 180p വരെയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് S23ന്റെ കണക്ടിവിറ്റിനെ കുറിച്ച് പറയാം. അതിൽ USB-C 2.3 ആണുള്ളത്. കമ്പാരിസണിൽ എടുത്തിരിക്കുന്ന പലതിനും USB 2 ഒക്കെ ഉള്ളൂ. ഇനി സിമ്മിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ സിമ്മും സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ 2 നാനോ സിം ഇടാം, അല്ലെ ഒരു നാനോ സിമ്മും ഒരു ഈ സിമ്മും ഇടാം. അങ്ങനെ
കോമ്പിനേഷനിൽ ബേസിക്കലി 2 സിം മാത്രമേ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിന്റെ എടുക്കുകയാണെങ്കിലും ഏകദേശം ഇതേ സ്പെക്സ് ഒക്കെയാണ് സിമ്മിന്റെ കാര്യത്തിലുള്ളത്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് 5.3 ആണുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ പ്രശ്നം കിടക്കുന്നത് ബാറ്ററി കപ്പാസിറ്റിന്റെ കാര്യത്തിലാണ്. ഈ പറഞ്ഞ പെർഫോമൻസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ബാറ്ററി തീർന്നു പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു ബാറ്ററിയാണ് ഇതിൽ ഇരിക്കുന്നത്. ഇതില് 3900 mAh ബാറ്ററിയേ ഉള്ളൂ. അതേ സമയത്ത് ഇതിന്റെ കമ്പാരിസണിൽ കിടക്കുന്ന പല മൊബൈലിലും 5000 6000 mAh ബാറ്ററിയൊക്കെയാണ് ഉള്ളത്. അതായത് ഇതിന്റെ നേരെ ഇരട്ടി 25 വാട്ട് ചാർജിങ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അരമണിക്കൂറിനുള്ളിൽ 50% ചാർജ് ആവും. ആൻഡ് ഇതിൽ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജിങ് 15 വാട്ട് വരെയും റിവേഴ്സ് ചാർജിങ് അതായത് റിവേഴ്സ് വയർലെസ് ചാർജിങ് 4.5 വാട്ട് വരെയും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതിന്റെ കമ്പാരിസണിൽ കിടക്കുന്ന മൊബൈലുകളിൽ 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. 6000 mAh ബാറ്ററിയിൽ വരെ വെറും 20 മിനിറ്റ്സ് കൊണ്ട് 50% ചാർജ് ആവുന്നുണ്ട്. അപ്പം ബാറ്ററി കപ്പാസിറ്റിന്റെ കാര്യത്തിൽ ഇത് ഇത്തിരി ബാക്കിലോട്ടാണ്. ഇപ്പൊ പറഞ്ഞ തെറ്റുകുറ്റങ്ങളൊക്കെ തിരിച്ചെടുക്കുന്നു, എനിക്ക് ഇതന്നെ മതി എന്ന് തോന്നുന്ന 2-3 എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സാംസങ് ഡെക്സ് സപ്പോർട്ട് ചെയ്യും. അതായത് ഈ മൊബൈലിനെ ഒരു മോണിറ്ററിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ പ്രൊസസ്സർ ഇതിന്റെ ബുദ്ധിയൊക്കെ തന്നെ അത് ഉപയോഗിക്കുള്ളൂ, പക്ഷെ ഒരു കമ്പ്യൂട്ടറിന്റെ ടാസ്ക് വരെ ഇതിന് എടുക്കാൻ പറ്റും. മാത്രമല്ല ഇതിൽ വയർലെസ് സപ്പോർട്ടും ഉണ്ട് സാംസങ് ഡെക്സിന്. പിന്നെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സർക്കിൾ ടു സെർച്ചും NFC ഒക്കെ അപ്പോഴേ അതിന് ഉണ്ട്. സോ ബേസിക്കലി കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ സാംസങ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കുകയാണെങ്കിൽ അതിന് അടുത്ത വരാൻ പോകുന്ന ഒരു 5 വർഷം വരെയെങ്കിലും ഔട്ട്ഡേറ്റഡ് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വാരിക്കോരി ഫീച്ചേഴ്സ് നിറച്ചുകൊണ്ടാണ് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്സ് ഇറക്കാറ്. ഈ S23 അതുപോലെ തന്നെ ഒരു എക്സെപ്ഷനും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ അടുത്ത 2 വർഷം കൂടെ വേണമെങ്കിൽ നമുക്ക് ഇത് ഔട്ട്ഡേറ്റഡ് ആവാണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചെറുതായിട്ടൊന്ന് സാംസങ് ഫാൻ ആവാൻ കാരണം. ബട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ഷുവർലി അപ്രീഷിയേറ്റ് ഇറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.